ഇന്നത്തെ ഈ വീഡിയോയിലെ അപേക്ഷയും യാചനയും ചോദ്യങ്ങളും ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട എൻ്റെ ന്യായാധിപന്മാരോടാണ്. ആദരവോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ചോദിക്കുകയാണ്. ഈ മനുഷ്യരാശി കേരളത്തിലെ ഈ 6 ജില്ലയിലെ ഏതാണ്ട് 45 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവന് വേണ്ടി യാചിക്കുന്ന ഈ ഒരവസ്ഥയിൽ ഇന്ത്യയിലെ ന്യായാധിപന്മാരെ നിങ്ങൾക്കൊരല്പം മനുഷ്യത്വം എന്ന് പറയുന്നതുണ്ടെങ്കിൽ നിങ്ങളിതിൽ ഇടപെടില്ലേ? നിങ്ങൾ മനസ്സും മരിച്ചവരാണോ? എല്ലാ ബഹുമാനത്തോടും കൂടി ചോദിക്കട്ടെ, എല്ലാ ആദരവോടും കൂടി ചോദിക്കട്ടെ, നിങ്ങളിലെ മനുഷ്യത്വം മരിച്ചുപോയോ? നിങ്ങളുടെ മനസാക്ഷി മരിച്ചുപോയോ? ഇത്രയും ജനങ്ങളുടെ ജീവൻ ഏത് രാത്രിയോ പകലോ എന്ന വ്യത്യാസമില്ലാതെ ഏത് സമയത്തും ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഇത്രയും കാലപ്പഴക്കമുള്ള ഈ ഡാം പൊട്ടി ഇത്രയും മനുഷ്യരും അവരുടെ സമ്പാദ്യങ്ങളും ജീവജാലങ്ങളും പ്രകൃതിയും എല്ലാം അറബിക്കടലിൽ പോകും എന്നും അറിഞ്ഞിട്ടും അല്ലെ അത് നിലവിളിച്ചിട്ടും ആളുകൾ നിലവിളിച്ച് പറഞ്ഞിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ അത് തട്ടുന്നില്ലേ? മനസാക്ഷിയുള്ളവരാണെങ്കിൽ നിങ്ങൾ പഠിച്ചതും ഇന്ന് പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ മനുഷ്യരാശിക്ക് വേണ്ടിയല്ലേ? അല്ലെ ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് വേണ്ടിയല്ലേ? അല്ലെങ്കിൽ ഈ പ്രകൃതിക്ക് വേണ്ടിയല്ലേ? അത് നഷ്ടമാകുന്ന, അത് ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയ്ക്കാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വിളിച്ചപേക്ഷിക്കുന്ന കാല് പിടിച്ച്. നിങ്ങൾ എത്രയോ കാര്യങ്ങളിൽ മനുഷ്യാവകാശ ധ്വംസനങ്ങളിൽ മനുഷ്യാവകാശം നിഷേധിക്കുന്നിടത്ത് സ്വമേധയാ കേസെടുക്കുന്നുണ്ട്. കാലം ഇത്രയായിട്ടും നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കുകയോ ഈ ആകുലത മനസ്സിലാക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നിങ്ങൾ അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടാൻ ഒരു ദിവസമെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ? തമിഴ്നാട് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അവരുടെ വേറെ എന്തോ അജണ്ടയാണ്, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവർ പറയുന്നത് മാത്രം വിശ്വസിക്കുകയും ഇവിടെ നിലവിളിക്കുന്ന ഒരു വലിയ മനുഷ്യരാശിയുടെ നിലവിളി കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ മനസ്സ് മരിച്ചുപോയോ? ഹൃദയത്തിൽ അല്പമെങ്കിലും ദയയുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. എത്രയോ ന്യായാധിപന്മാർ ഈ പറയുന്ന 6 ജില്ലകളിലുണ്ട്. അവരുടെ ജീവന് വിലയില്ലേ? നിങ്ങളുടെ സഹോദരങ്ങൾ അവിടെ ജീവിക്കുന്നില്ലേ? നിങ്ങളുടെ മാതാപിതാക്കളില്ലേ? നിങ്ങളുടെ സ്നേഹിതരില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പോലും കാണില്ലേ? നിങ്ങൾ എന്താ ഇത് ഭയക്കാത്തത്? വെറും 60 വർഷം മാത്രം പഴക്കം ആകുമ്പോൾ ഡീകമ്മീഷൻ ചെയ്യേണ്ട ഒരു അണക്കെട്ടാണ് 60, അതിൻ്റെ ഇരട്ടിയായിട്ടും അതിൽ പിന്നെയും 10 വർഷം കൂടി 120 കഴിഞ്ഞിട്ട് 129 വർഷം കഴിയുന്നു. ഇത്രയും പഴക്കമുള്ള ഒരു ഡാം നിങ്ങളിവിടെ നിലനിർത്തി പോകാൻ തക്കവണ്ണം ഒരു സംസ്ഥാനത്തിന് അനുമതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നത് സാധാരണക്കാരനായ ഒരു പൗരൻ്റെ സംശയവും ആകുലതയും വിഷമവും സങ്കടവും എല്ലാം കൂടിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഇടപെടാനൊക്കില്ലേ? നിങ്ങളൊരു പൗരൻ്റെ സ്വത്തിനും ജീവനും വില കൊടുക്കുന്നവരല്ലേ? ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ 6 ജില്ല നാമാവശേഷമാകുവാനും, 6 ജില്ല മാത്രമല്ല സകല ജില്ലകളെ ഇത് ബാധിക്കും. ഇത് 60 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇടപെടേണ്ടതായിരുന്നു. 120 കഴിഞ്ഞു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ആരെ കൊന്നായാലും അവർക്ക് നിലനിൽപ്പ്, അവരെന്താണ് ഉദ്ദേശിച്ചത്? അവർക്ക് നിലനിൽപ്പെന്നുള്ളതല്ല, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രലോഭനങ്ങൾ മറ്റു സംസ്ഥാനം കൊടുത്തിട്ടുണ്ടാകാം. ഇവിടെ കിടക്കുന്ന മനുഷ്യജീവന് ഒരല്പം വില അവർ കൊടുത്തിരുന്നുവെങ്കിലും ഈ വിഷയത്തിന് പ്രശ്ന പരിഹാരം എന്നേ ഉണ്ടായേനെ.
ഇത് നമുക്ക് നമ്മുടെ മുമ്പിൽ ഈ കല്ല് കിടന്ന് ആടുകയാണ്. ഈ രാത്രിയാണോ നാളെയാണോ നാളത്തെ പകലാണോ ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ത്യയിലെ ന്യായാധിപന്മാരെ, കീഴ്ക്കോടതി മുതൽ മേൽക്കോടതി വരെ ഉള്ള ന്യായാധിപന്മാരെ, നിങ്ങൾ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. മനുഷ്യ ജീവന് വേണ്ടി യാചിക്കുകയാണ്. വയനാട്ടിൽ വെറും 3 ഉരുൾപൊട്ടിയപ്പോൾ തന്നെ ഉണ്ടായ കെടുതി നമുക്കറിയാം. പടുകൂറ്റൻ കല്ലുകൾ ഒഴുകി വന്നതറിയാം. എത്ര വെള്ളം ഉണ്ടായിരുന്നത്, എത്ര മനുഷ്യജീവനുകൾ ആ മണ്ണിനടിയിലുണ്ട്. അതിൻ്റെ എത്ര 1000 മടങ്ങല്ലേ ഇത്രയും ഡാമുകൾ. ഒരു ഡാമല്ല പൊട്ടുന്നത്, പൊട്ടിയാൽ ഇത് മുഴുവനും തകരുകയാണ്. ഇടുക്കി ഡാമും അതിനോടനുബന്ധിച്ചുള്ള കുറേ ഡാമുകളുണ്ട്. ആയതിനാൽ ഈ ജലബോംബ് ഈ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന ഈ ജലബോംബ് അവിടെ ഇനി തുടരുവാൻ ദയവായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. അടിയന്തരമായിട്ട് ഇടപെടുക. ഇതൊരു യാചനയാണ്.